പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴും ഞാനിവിടെ ഒരു ചാർജിങ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പൾസ് ചാർജിങ് ആണ്. ഇതിപ്പം വണ്ടി ഉപയോഗിക്കാതെ 2-3 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾക്ക് വീട്ടിൽ തന്നെ പൾസ് ചാർജിങ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പൾസ് ചാർജിങ് ചെയ്യുമ്പോൾ അതിന് കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററികളൊക്കെ വീക്ക് ആകുമ്പോൾ നമ്മൾ അത് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. ബൂസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ആസിഡിൻ്റെ pH ലെവലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം ബാറ്ററി ഈ രീതിയിലുള്ള ബൂസ്റ്റർ പ്ലസ് പൾസ് സിസ്റ്റം, അതായത് ഹൈ വോൾട്ടേജ് ഹൈ കറണ്ടിൽ പൾസുകളാണ് നമ്മൾ വണ്ടിയിലോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ പൾസായിട്ടാണ്, ഓരോ പൾസിൻ്റെയും ഇൻഡിക്കേഷനാണ് LED കാണിക്കുന്നത്. അപ്പോൾ ഇത് പൾസായിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഒരു പവർ സോഴ്സ് വേണം, അതായത് AC-ന്ന് DC-യിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു പവർ സോഴ്സ്. പവർ 15 വോൾട്ട് ആയിരിക്കണം. 12 വോൾട്ടിൻ്റെ ചാർജ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 15 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കണം. ഇതിപ്പം ഒരുപാട് ടാപ്പുകൾ ഇട്ടിട്ടുണ്ടാക്കിയ വേറൊരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ നമുക്ക് പലതുണ്ട്. ഇവിടെ 22 വോൾട്ട് പല വോൾട്ടേജ് റേഞ്ച് ഉണ്ട്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് 15 വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റി ഒരു 5 ആംസിൽ കൂടുതൽ വരും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ റെഗുലേറ്റർ യൂണിറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്റർ ഇത് എപ്പോഴും നിങ്ങൾ 5 ആംസാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഒരു 10 ആംസിൻ്റെ റെഗുലേറ്റർ ഡയോഡുകൾ ഉപയോഗിക്കുക. ഇതിപ്പം ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നിങ്ങൾക്ക് ഈ രീതിയിലുള്ളത് കിട്ടിയില്ലെങ്കിൽ 4 ഡയോഡ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു മോസ്ഫെറ്റ് കൊടുത്തിട്ടുണ്ട്. മോസ്ഫെറ്റ് നല്ല കപ്പാസിറ്റി ഉള്ളതാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മോസ്ഫെറ്റ് ഒരു N ചാനൽ മോസ്ഫെറ്റ് ആയിരിക്കണം. 540യുടെയൊക്കെ ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഒരു 10 ആംസ് ഒക്കെ എടുക്കുന്ന ഏതെങ്കിലും ഒരു മോസ്ഫെറ്റ് N ചാനലിൻ്റെ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമുക്ക് മോസ്ഫെറ്റിന് ഇതാണ്. ഗേറ്റിലോട്ട് നമ്മൾക്കൊരു പൾസ് കൊടുത്തതിന് ശേഷം മോസ്ഫെറ്റിനെ നമ്മൾക്ക് ഓൺ ഓഫ് ചെയ്യിപ്പിക്കും. അപ്പോൾ പൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യൂണിറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് 555 IC ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മൾട്ടി വൈബ്രേറ്ററാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് 3 വയറേ ഉള്ളൂ. നമുക്ക് പ്ലസും മൈനസും അതേപോലെ തന്നെ ട്രിഗർ കൊടുക്കാൻ വേണ്ടി ഒരു പോയിൻ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ബാറ്ററി ചാർജ് ചെയ്യണം. ഈ രീതിയിൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ബാറ്ററിയുടെ ഉള്ളിലൊരു കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് ബാറ്ററി കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ രീതിയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിപ്പം ഡയറക്റ്റ് ഇതിനകത്തുനിന്ന് ഒരു 14 വോൾട്ട് എടുത്തിട്ട് നമ്മൾ ബാറ്ററിയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഓവറായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. മേ ബി ഈ ട്രാൻസ്ഫോമർ ഡാമേജ് ആകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ ഒരു 15 വോൾട്ട് കൊടുത്തതിന് ശേഷം 15 to 16 വോൾട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് പൾസായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഹീറ്റൊന്നും ആകുന്നില്ല, ചെറിയൊരു ഹീറ്റ് ആകുന്നതേ ഉള്ളൂ. നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ കിട്ടിയില്ലെങ്കിൽ 5 ആംസ് റേറ്റിംഗ് ഉള്ള SMPS എടുക്കുക. 15 വോൾട്ടിൻ്റെ 5 ആംസ് 15 വോൾട്ട്, അല്ലെങ്കിൽ കടകളിൽ നിങ്ങൾക്ക് 5 ആംസ് റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. 5 വോൾട്ടിൻ്റെ 5 ആംസിൻ്റെ 15 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. അതിനുശേഷം നല്ല ഡയോഡ് ഉപയോഗിച്ചിട്ട് റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. പോസിറ്റീവ് ഇവിടെ കൊടുക്കുക, നെഗറ്റീവ്, അതായത് റെക്ടിഫൈ ചെയ്തിട്ട് വരുന്ന സപ്ലൈ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇതാണ് 555ൻ്റെ IC. പോസിറ്റീവിൽ നിന്ന് ഒരു ഡയോഡ് എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിനോട്ട് സപ്ലൈ കൊണ്ടുവരാനായിട്ട്. ഡയോഡ് കൊടുത്തതിന് ശേഷം അവിടെ ഒരു റെക്ടിഫയർ കപ്പാസിറ്റർ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഈ ഇങ്ങോട്ടുള്ള, അതായത് ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിങ്ങൾ റെക്ടിഫയർ മാത്രം വെച്ചാൽ മതി. അവിടെ നിങ്ങൾ ഫിൽട്ടർ കപ്പാസിറ്റർ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഡയോഡിന് ശേഷം ഇവിടെ ഒരു കപ്പാസിറ്റർ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് N ചാനൽ മോസ്ഫെറ്റിൻ്റെ ഒരു കാല്
ഡയറക്റ്റ് പോസിറ്റീവ് കൊടുക്കുക, ഔട്ട്പുട്ട് എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊടുക്കുക, ഗേറ്റ് എടുത്തിട്ട് മൂന്നാമത്തെ പിന്നാണ് ഔട്ട്പുട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി LED വെച്ച് കൊടുത്തിട്ടുണ്ട്. LED റെസിസ്റ്റർ ഉപയോഗിച്ച് നെഗറ്റീവിലോട്ട് സപ്ലൈ കൊടുക്കുക. അതേപോലെ തന്നെ 1K റെസിസ്റ്ററാണ് ഇത്, 100K വേരിയബിൾ റെസിസ്റ്ററാണ്, 22 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. 2 കപ്പാസിറ്ററും 36 വോൾട്ട് മിനിമം ഉണ്ടായിരിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുക. മോസ്ഫെറ്റിനെ ട്രിഗർ ചെയ്യിക്കാനാണ്. അതിനുശേഷം ബാറ്ററിക്ക് സപ്ലൈ കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് ഡബിളായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് പഴയ ബാറ്ററികളൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരുപാട് നാൾ ചാർജ് ചെയ്യാതെ ഇട്ടിരുന്ന് പിന്നീട് അതിനകത്ത് ചാർജ് കയറാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും. മേ ബി ഇത് ഓവർ ഹീറ്റായി ഇത് കോയിൽസ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാനും വേണ്ടി ഈ രീതിയിൽ പൾസ് ചാർജിങ് ചെറിയ വില, നിങ്ങൾക്കിപ്പോൾ ഒരു 300 350 രൂപ കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ കിട്ടും. മൊത്തത്തിൽ നിങ്ങൾക്കൊരു 500 രൂപയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.